രാഹുലിന്റെ നേതൃത്വത്തിൽ പുതിയ കോൺഗ്രസ് മുന്നണി. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കുവാൻ, യുവനേതാക്കളെ ഒതുക്കി കോൺഗ്രസ് പ്രസ്ഥാനത്തെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ബാധിച്ച ആ ക്യാൻസർ നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരനും അവൻ്റെ കളിക്കൂട്ടുകാരിയും ചേർന്നൊരുക്കിയ തേൻകണികൾ ഒന്നൊന്നായി പൊഴിഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും തൻ്റെ ഉടായ്പ നിലപാട് എന്നും പറഞ്ഞു നിൽക്കുന്ന ആ നെട്ടൂർ കേക്കച്ചനും സംഘത്തിനും കനത്ത പ്രഹരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകുവാൻ രാഹുൽ മുന്നിട്ടിറങ്ങണമെന്നാണ് രാഹുലിനെ സ്നേഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങളുടെ ആഗ്രഹം, ആവശ്യം. അതിനായി അവർ നിർദ്ദേശിക്കുന്ന മാർഗം കേക്കച്ചൻ പാരപണത് ഒതുക്കിയ സകല നേതാക്കന്മാരെയും, പ്രത്യേകിച്ച് സുധാകരനെയും ശശി തരൂരിനെയും അടക്കം ചേർത്ത് നിർത്തി ഒരു പുതിയ കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കണം എന്നാണ്. അപ്രകാരം ഒരു സഖ്യം രൂപീകരിച്ചാൽ ജനങ്ങൾ ഇവരോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കുതികാലുവെട്ടിയും അധികാരമോഹിയും കുലംകുത്തിയുമായ, നാളെ പിണറായിയേക്കാൾ വൃത്തികെട്ടവനായി മാറാൻ സാധ്യതയുള്ള നെട്ടൂർ കേക്കച്ചനെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുവാൻ ജനങ്ങളുടെ ആവശ്യപ്രകാരം i2i ന്യൂസ് ആരംഭിച്ച മിഷൻ 250യുടെ 111ാം ദിനമായ ഇന്ന് i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് വിളിച്ച ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കുക. ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ സ്പന്ദനം, ഇതാണ് കേരളത്തിന്റെ മനസാക്ഷിയുടെ സ്വരം. എന്റെ പേര് ജെസ്സി എന്നാണ്, ഷാർജ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ നമ്മുടെ കോൺഗ്രസ്സുകാർ മഹാ തെണ്ടുകൾ, അവന്മാർക്ക് ജയിക്കാൻ ഒരു സാധ്യത കിട്ടുമ്പോൾ ഇവന്മാർ എവിടുന്നേലും ഒരു പ്രശ്നം ഉണ്ടാക്കി ആ ചാൻസിനെ നഷ്ടപ്പെടുത്തി കളയും. ഇവനെയൊക്കെ സ്ഥാനത്തിരുന്ന് അവനവന്റെ കൂടെ നിൽക്കുന്നവരെ ചവിട്ടി മെതിക്കാൻ ഇട്ടുകൊടുക്കുന്നതിന് ഇവന്മാരെ ഒന്നും ഈ സ്ഥാനത്ത് ഇരുത്തരുത്. എത്ര 10 വർഷം ഈ പിണറായിയെ താഴെ ഇറക്കാൻ എത്ര ചാൻസ് ഉണ്ടായിരുന്നു. ഇവനൊക്കെ വാ തുറന്നു. അന്നൊക്കെ ഇവന്മാര് മൗനമായിട്ട് നടന്നിട്ട് ഇവന്റെയൊക്കെ കൂടെ നടന്നവനെ ഇട്ടുകൊടുത്ത ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞ് ഈ നാണം കെട്ടവന്മാരെ വെളിയിലിറക്കണം. എന്നിട്ട് അവിടെ നിയമസഭയിൽ ഒരു സമ്മേളനം കൂടെ 5 or 6 പിള്ളേർ വാ തുറക്കും. ബാക്കിയുള്ളവന്മാരെല്ലാം അവിടെ ഇരുന്നുകൊണ്ട് വെള്ളവും കുടിച്ച് അതിലെ വിലസുവാ. ആ പിള്ളേരെ ഇട്ടാണ് ഈ ഉദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുഴൽനാടനും അങ്ങനെ 5-6 പേരുണ്ട് അവിടെ വർത്താനം സംസാരിക്കാൻ, രാജിവെപ്പിക്കാൻ. ആരെങ്കിലും പറഞ്ഞോ രാജിവെക്കണമെന്ന്? സംസാരിച്ചോ? ഈ പറയുന്നവന്മാരെല്ലാം പുണ്യവന്മാരാ. ഈ കേക്കച്ചനൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, അവിടെ എത്ര പേര് ആരുടെയൊക്കെ പുറകെ പോകുന്നെന്ന്. ഇവന്മാർ ഇത് നോക്കാനാണോ ഭരണം ഏൽപ്പിച്ചത്? വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അവിടെ. സമൂഹത്ത് മനുഷ്യന് ജീവിക്കാൻ വയ്യ. സാധനത്തിന് വില കയറ്റം കൊണ്ട് നമ്മളൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ട് നിൽക്കുക. ഈ ഉണ്ടാക്കിയ പൈസ അവിടുത്തെ ഫ്ലൈറ്റിൽ പോയി അവിടെ പോയി ചെലവാക്കാനേ ഉള്ളൂ ഒരു വർഷത്തെ സാലറി. മനുഷ്യന് ജീവിക്കാൻ വയ്യ. ഈ പെണ്ണുങ്ങൾ ഇവരോടൊക്കെ അനുവാദം ചോദിച്ചിട്ടാണോ രാഹുലിന്റെ അടുക്ക പോയത്? ഇവളുമാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്ന രാഹുലിന്റെ അമ്മയെ വിളിച്ച് പറയായിരുന്നല്ലോ ഇങ്ങനൊക്കെയാണെന്ന്. ഇങ്ങനെ പോകുന്ന പെൺപിള്ളേരുടെ എല്ലാം കാര്യം നേരെയാക്കാനാണ് ഇവളുമാര് നടക്കുന്നത്. പണ്ട് ചെങ്ങന്നൂരൊരു വനിതാ MLA ഉണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. ആ ചുറ്റിക്കളി ഡുബൈയിൽ എന്തൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് ഇപ്പം മുന്നോട്ട് വന്നവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ വലിയ പദവിയിലൊക്കെ ഇരിക്കുന്നവരൊന്ന് ആലോചിച്ച് നോക്ക്. കരുണാകരന്റെ കാലത്ത് അടുത്ത ആളായിട്ട് നിന്നതാ. ഞാൻ പറയാതൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പം അവര് കോൺഗ്രസിൽ നിന്ന് പോയി കമ്മ്യൂണിസ്റ്റിൽ ചേർന്നിട്ടുണ്ട്. അതൊക്കെ അങ്ങ് മറന്നു പോകരുത്. ലിസ്റ്റ് എടുക്കാമെങ്കിൽ ഇഷ്ടം പോലെ ലിസ്റ്റുണ്ട്. പണ്ടത്തെ ഉമ്മൻചാണ്ടിയുടെ കാലം തൊട്ട് ആന്റണിയുടെയൊക്കെ കാലത്തെ ഭരണം ഒന്ന് നോക്കിയേ നിങ്ങൾ. ഇപ്പൊ കുറെ അവന്മാര് കയറിയിട്ടുണ്ട്. അവന്മാരൊക്കെ ഒത്തിരി സ്വത്ത്, കോടിക്കണക്കിന് സ്വത്തുണ്ടാക്കുക, മറ്റുള്ളവർ ത്യാഗം അനുഭവിക്കുക. ഒരു ആശുപത്രി കാണണമെങ്കിൽ ഒരു ഇൻഷുറൻസ് ഇല്ലാതെ കയറാൻ പറ്റത്തില്ല. ഇവിടുന്ന് വരുന്നവര് ഇൻഷുറൻസ് ഇല്ലാതാ വരുന്നത്. അവരെന്ത് ചെയ്യും? 10-35 വർഷമായി ഞങ്ങളൊക്കെ ഗൾഫിൽ കിടന്നിട്ട് ഇന്ന് നമുക്ക് അവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ അന്തം വിട്ട് നിൽക്കുക. ഇപ്പൊ എനിക്ക് 60 വയസ്സായി. നാളെ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുമെന്ന്. ഇവന്മാരൊക്കെ ആർക്കൊക്കെ എന്തോ ചെയ്ത് ബിനാമിയെ പോലെ കുറെ സ്വത്തുക്കൾ അവിടെ ഇവിടെ ഓരോരുത്തരുണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇതൊന്നും ചോദിക്കാൻ ഓരോ അവന്മാരും ഇല്ലല്ലോ. രാഹുൽ ഒരു ആൺകൊച്ചന് അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് തെറ്റാണ്. പക്ഷേ
പിന്നെയും ഒരു കൂടെ ഇപ്പൊ ജയിക്കാൻ ഒരു സാധ്യത കിട്ടിയപ്പോൾ ഈ പെണ്ണ് കേസ് പറഞ്ഞ് ഇതിന് അവനെ എത്രയും വേഗം തിരിച്ചെടുത്ത് തിരിച്ച് കയറി വരണം. അത് ഇവന്മാരെ ഒന്ന് പറഞ്ഞ് ആരെങ്കിലും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. ഈ നാറികളെ എപ്പോ ഒരു ചാൻസ് ഇവന്മാർക്ക് ജയിക്കാൻ വരുമോ അപ്പൊ തുടങ്ങും ഇവന്മാര്. സ്ഥാനം ഒരു മുഖ്യമന്ത്രി ഈ ചെയറെടുത്ത് അങ്ങ് കളയാമോ? നാട് നന്നാകും. എല്ലാരും ഒരുപോലെ അങ്ങ് ഭരിച്ചാൽ മതി. സ്ഥാനവും മാനവും ഒക്കെ കുറച്ചങ്ങ് വെട്ടിക്കുറക്കി വരക്ക. മനുഷ്യൻ മടുത്തു. ഈ പെണ്ണുങ്ങൾ പോകുന്നതിന്റെ പുറകെ ഇവന്മാര് പോകുന്നത് എന്തിനാ? അവളുമാർ അഹങ്കാരത്തിന്റെ പുറത്തല്ലേ പോകുന്നത്? എന്നിട്ട് പിന്നെ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ മതിയോ? ആൻസറിനില്ലാത്ത ഓളന്മാരൊക്കെ തോന്നിവാസം നടക്കുന്നതിന്റെ പുറകെ വിലയും നാണം കെട്ടിറങ്ങുന്നു. എത്ര പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച് നശിപ്പിച്ചു കളയുന്ന ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത് ഇവന്റെയൊക്കെ അടുത്ത ആൾക്കാരായതുകൊണ്ടല്ലേ? ഇതിന്റെ ബന്ധം എന്തോ ഇയാളുമായിട്ട് ഇവന്റെ ഭാര്യയും മക്കളും ഒന്നുമില്ലേ ഇതൊന്നും ചോദിക്കാൻ? ആ രാഹുലിന്റെ അമ്മയുടെ വേദന. ഞാനും ഒരു വിധവയാണ്. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ച എന്റെ ഹൃദയം പൊടിയുന്ന പോലെ ആരുടെയെങ്കിലും ഹൃദയം പൊടിയോ? അവരനുഭവിച്ച വേദന ഇവന്മാർക്ക് പകരം കൊടുക്കാൻ പറ്റുമോ വല്ലോ? സ്ഥാനത്തിന് വേണ്ടി, അവന്റെ സ്ഥാനത്തിന് വേണ്ടി അവനെ ആ സ്ഥാനത്തൊന്നും ഇരുത്തിയേക്കരുത്. ജനം ഒന്നിച്ച് ഇത് നിർത്തലാക്കിക്കണം. ഒരുത്തനെ ഇട്ട് കൊല ചെയ്യുന്നതിന്. അവൻ കല്യാണം കഴിച്ചോ, അവൻ അല്ലെങ്കിൽ വേറെ രീതി പോരുന്നെങ്കിൽ ഓക്കെ. മന്ത്രിയുടെ ഭാര്യയാകാൻ വേണ്ടി ഇവളുമാര് ഭയങ്കര കഷ്ടം തന്നെ. നാട് നമുക്കൊന്നും മനുഷ്യനെ സ്വസ്ഥമായിട്ട് നമ്മുടെ നാട്ടിലൊന്ന് ഉറങ്ങാൻ പറ്റുമോ? അത്ര അതപ്പതിച്ച് നമ്മുടെ നാട്. മനുഷ്യനെ കൊല്ലുന്നു, പിടിച്ചുപറി, ബഹളം. ഇതൊന്നും നിയന്ത്രിക്കാൻ ഒരു രാഷ്ട്രീയക്കാരും ഇല്ല. എന്താപ്പോ രാഹുലിന്റെ വിഷയം? ഓ നിക്കുന്നില്ലേ? നിൽക്കാതെ വേറെ എവിടെ പോവാനാ? നിക്കണല്ലോ. പാലക്കാട് നിർത്തണോന്. കേസിയും മെനക്കെട്ട് കൂടുന്നുണ്ടല്ലോ. അതെ, എല്ലാവരും ഉറക്കം നഷ്ടപ്പെട്ട് ഓടുക. ഇനി എന്നെ ഒപ്പിക്കുന്നോർത്താ. 3 കേസും പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞു. ഇനി പുതിയ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഓടി നടക്കുക. അതൊന്നും നടക്കുന്നുണ്ടാവും. അതേമാതിരി ഇവൻ വളരെയധികം ശ്രദ്ധിക്കണം സാർ. ഇല്ലെങ്കിൽ ഓന് അപകടം ഇനിയും വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന് എന്ത് കളി കളിച്ചാലും ഓൻ നല്ല തൻ്റെ അടുത്തോടു കൂടെ നിൽക്കണം. അത് മാത്രമേ നമുക്കൊക്കെ പറയാനുള്ളൂ. വേറൊന്നും ഇപ്പൊ നമുക്ക് പറയാനില്ല. ഓൻ സ്വതന്ത്രനായിട്ട് നിൽക്കുകയാണെങ്കിലും ഓൻ UDFന്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓന് ആഭ്യന്തരം തന്നെ ഓന് കിട്ടണം. ഇല്ലെങ്കിൽ ഓന് വിജയിക്കാൻ പ്രയാസമായിരിക്കും. എൻ്റെ അഭിപ്രായം അതാണ്. ആഭ്യന്തരം കിട്ടിയെങ്കിൽ മാത്രമേ രാഹുലിന് വിജയിച്ച് നിൽക്കാനാവുള്ളൂ ഇവരെ ഈ പരിപാടിയിൽ നിന്ന്. അതിനുള്ള ഒരു അവസരം ദൈവം അവനെ ഉണ്ടാക്കും. കാരണം ഇവനെ വേട്ടയാടിയ ഇവന്മാർക്കെല്ലാം അവനെ സല്യൂട്ട് ചെയ്യേണ്ട ഒരു അവസരം നാളെ ഉണ്ടാവും. അതെ, നാളേക്ക് വേറൊരു ഒരു പഠനമാകാനും കൂടി നല്ലതാണ്. ഇനി ഇതുപോലെ ഇവന്മാര് പെണ്ണ് കേസിൽ കൊടുക്കി ഒരാളുടെ ജീവിതം നശിപ്പിക്കല്ലേ? ഇനിയും നശിപ്പിക്കാൻ പാടില്ല. പെണ്ണിനും കുടുങ്ങാൻ പാടില്ല, ആണിനും കുടുങ്ങാൻ പാടില്ല. അപ്പൊ നല്ലൊരു ഭരണം കാഴ്ച വെക്കാല്ല തൻ്റെ അവന് കൊടുക്കട്ടെ. അതിന് നമ്മൾ പ്രാർത്ഥിക്കുക. ഇനിയും കുടുങ്ങാൻ പാടില്ല. ഓനും നല്ല ആരും തന്നെ. കാരണം രാഹുലിനെ നമ്മൾ കേൾക്കാതെ പറയുന്ന കാര്യമാണ്. അവനായതുകൊണ്ടാണ് പോലീസിന്റെ അടിയും കുത്തൊന്നും കൊള്ളാതെ അവരെ ചവിട്ടടിയിൽ നിന്ന് കഴിച്ചിലായത്. ഇല്ലെങ്കിൽ ഓൻ ജയിലിൽ കുടുങ്ങിയത് തന്നെയാണ്. കാരണം എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എത്ര പണം ഉണ്ടായിട്ടും കാര്യമല്ല. തൻ്റെ ഇടം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ തൻ്റെ ഇടത്തോടു കൂടെ നിന്ന് വിജയിച്ച് പോന്നിക്കണ്. ഇനിയും കുടുങ്ങരുത്. അത് വളരെ ശ്രദ്ധിക്കാനും ഒന്ന് ഉപദേശിച്ചു കൊടുക്കുക. രാഹുലിനെ ഇലക്ഷന് നിർത്തുമെന്ന് പറയുന്നത്. രാഹുലിന്റെ പേര് വരുമെന്ന് പറയുന്നു പാലക്കാട്. ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലുള്ളതാ. ഞങ്ങൾ ഒത്തിരിയും പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് സെപ്റ്റംബർ തൊട്ട് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവേ അതിനെ രക്ഷിക്കണേ, അവനെ വീണ്ടും നിർത്തണേ എന്നും പറഞ്ഞ് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ആലപ്പുഴ ജില്ലക്കാരാ. രാഹുലിന്റെ ഇപ്പൊ ഒരു വീഡിയോ ഞാൻ കണ്ട്. പാലക്കാട് ഇങ്ങനെ തുമരെഴുത്തിനകത്ത് ക്യാപ്പ് ഇട്ടിരിക്കുന്നു, പേര് വന്നിട്ടില്ല. അപ്പൊ അതിനകത്ത് രാഹുലിന്റെ പേരേ വരത്തുള്ളെന്നും പറഞ്ഞൊരു ഇതുപോലൊരു വീഡിയോ കണ്ടേ. അപ്പൊ എന്ത് ചെയ്യുന്നത്, ഞാൻ എന്റെ കൊന്ത ഇതുകൊണ്ട് ഞാൻ ഈശോയെ ദൈവത്തോട് ഒത്തിരി നന്ദി പറഞ്ഞു. വീണ്ടും വരണേ എന്നും പറഞ്ഞു. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം കോൺഗ്രസിന്റെ ലിസ്റ്റിലും രാഹുലിന്റെ പേര് ഒരുത്തനും വെട്ടാൻ പറ്റത്തില്ല. രാഹുൽ ഇല്ലെങ്കിൽ അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കും.
അല്ല, സ്വതന്ത്രനല്ല. അവന് പാർട്ടി കോൺഗ്രസിൽ തന്നെ വരട്ടെ. അവൻ അത്രയും ശക്തനായ ഒരു കൊച്ചനല്ലേ, അവനെ ഇല്ലാതാക്കിയതല്ലേ. അവന് നമുക്ക് വേണം. ചേച്ചി ഞാൻ എന്തും കരച്ചില്ലോ, സത്യം തൊട്ടുള്ള പ്രാർത്ഥനയെ ഞങ്ങൾ ഈശോയെ IMS മാതാവിനെ കയ്യില്ല ഞങ്ങളുടെ ഈശോയെ അവനെ വീണ്ടെടുക്കണേ, അവന്റെ ശക്തനായി വരണേ ഞങ്ങൾ പ്രാർത്ഥിച്ച്. അതുകൊണ്ട് എന്നും ഓർക്കുക, വിളിക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പൊ ഞങ്ങള് പിന്നെ അങ്ങ് ദൈവത്തെ ശരണപ്പെടും. മാതാവേ അവനെ വീണ്ടും കൊണ്ടുവരണേ എന്ന് പറഞ്ഞ്. അപ്പൊ ഇപ്പൊ ഒരു ന്യൂസ് ഞാനിങ്ങനെ ഇപ്പോഴും ഇത് കണ്ടോണ്ടിരിപ്പാ. ഫോണിലുണ്ടല്ലോ, യൂട്യൂബിനകത്ത് സാറിന്റെ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ നല്ലത് മാത്രം ഞാൻ കാണും. വേറെ ചിലര് നല്ലതായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. രാഹുലിനെ ഒറ്റാൻ വേണ്ടി തീരുമാനിച്ചതാണ് ഈ സതീശനൊക്കെ. അത് ഞങ്ങള് ഭയങ്കര കോൺഗ്രസ്സുകാരാ. പക്ഷെ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തോണ്ട് പറഞ്ഞു പോയത്. ഇവരെ കൊച്ചിനെ ഒരിക്കലും ഇങ്ങനെ ഇട്ട് കൊടുക്കരുത് അതിന്, അല്ലേ? നമുക്ക് ഭയങ്കര വിഷമമായി. ഇതെല്ലാം ചെയ്യിച്ചത് ആരാണെന്ന് ജനങ്ങൾക്ക് അറിയാമല്ലോ. സതീശൻ. അതിവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവൻ നിയമസഭ കാണത്തില്ല എന്ന് ഇവിടുത്തെ ഓരോ ജനങ്ങളും തീരുമാനിക്കുക. അത് ഞങ്ങള് പാലക്കാട്, ഞങ്ങള് ആലപ്പുഴ ജില്ലക്കാരാണ്. നമ്മള് കോൺഗ്രസ്സുകാരല്ലേ. നമുക്കിപ്പോ സാറേ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കോൺഗ്രസിന് ഇവിടെ ജയിച്ചില്ല. UDF ജയിക്കണം, UDF വരണം. പക്ഷെ ഈ നെട്ടൂരിലെ പഴയ മണിച്ചെട്ടിപ്പുകാരന് നിയമസഭ കാണാൻ പാടില്ല. അത് ശരി. അയാള് വരണ്ട, അയാള് നിയമസഭയിലേ വരണ്ട. പക്ഷെ നമ്മുടെ രാഹുല് വരണം. രാഹുല് ശക്തനായിട്ടുള്ളൊരു നേതാവ്. അവനെ ഇല്ലാതാക്കരുത്. എല്ലാവരും കൂടെ വീണ്ടും അവനെ കോൺഗ്രസിൽ തന്നെ കൊണ്ടുവരാനുള്ളൂ. ഒരു പാർട്ടിക്കും അവനെ വിട്ടുകൊടുക്കരുത്. BJPക്കും വേണ്ട, കൊടുക്കണ്ട, കമ്മ്യൂണിസ്റ്റിനും കൊടുക്കണ്ട. അവിടെ കോൺഗ്രസിൽ തന്നെ അവനെ കൊണ്ടുവരണം. ഞങ്ങളെല്ലാം രായും പകലും അവനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. IMS മാതാവിനോട് എന്റെ ചേച്ചിമാരും എല്ലാം പ്രാർത്ഥിക്കുക. അവനെ ശക്തനായിട്ട് ഞങ്ങൾ പ്രാർത്ഥനയുടെ ശക്തിയാ കൊച്ചിന് തിരിച്ചു വന്ന കണ്ടോ. എന്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. ഞങ്ങള് ഒരു കല്യാണത്തിന് വരുമ്പോൾ കൊച്ചിന്റെ ഇവനെ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് വിഷമമായിരുന്നു. ഇങ്ങനെ ചീമൊട്ടയൊക്കെ എറിഞ്ഞില്ലേ, അതൊക്കെ അവന് നാളെ പൂമാലയായി മാറും. അതല്ലാതെ സത്യത്തിൽ അന്ന് ഞങ്ങൾ ചോറ് പോലും ഉണ്ടില്ല. ആ കല്യാണത്തിന് പോയപ്പം പറയുന്ന കേട്ടപ്പോഴത്തേക്ക് ചോറ് പോലും ഉണ്ടിട്ടില്ല കല്യാണത്തിന് പോയപ്പോ. അത്രയും നമുക്ക് ഇഷ്ടം. ഞങ്ങൾ കണ്ടിട്ടും ഇല്ല, വിളിച്ചിട്ടും ഇല്ല, ഒന്നുമില്ല കേട്ടോ. ആള് ഇവിടുത്തുകാരനല്ലേ, അടൂരുകാരനല്ലേ. മേരി ആന്റണി. ഞാൻ ചെല്ലാനത്തുനിന്ന്. രാഹുലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യണ താങ്കൾക്ക് വളരെയധികം നന്ദി പറയുന്നു. കാരണം ഇത്രയും ഒരാളെ ഇട്ടുകൊണ്ട് മൃഗത്തിനെ പോലെ ഇത്രയും പീഡിപ്പിച്ചിട്ടും അയാളുടെ കൂട്ടത്തിലുള്ള അയാള് കൊണ്ടു നടന്ന ആൾക്കാർ പോലും ഈ സമയത്ത് അയാളെ കൈയൊഴിഞ്ഞ പോലെ ആണ് കാണുന്നത്. ആ ഒരു ഇതില് താങ്കള് ചെയ്യുന്നത് ഒരു നല്ലൊരു കാര്യമാണ്. ഇവന്മാർ ഇത്രയും ശോഭകേട് ചെയ്തിട്ടും രാഹുലിന് എന്തെങ്കിലും നാശം സംഭവിക്കുമോ? രാഹുൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ സ്വതന്ത്രനായിട്ട് നിന്നാൽ ജയിക്കുമോ? എന്താണ് അമ്മയുടെ അഭിപ്രായം? സ്വതന്ത്രനായിട്ട് നിന്നാല് അവൻ പുഷ്പം പോലെ ജയിച്ചു പോരും. വെച്ചെന്നാല് ഇവിടെ ഞങ്ങളുടെ അവിടെ എല്ലാവരും അവനെ, എന്റെ അറിവിലുള്ള എല്ലാവരും തന്നെ ആ പയ്യന് വേണ്ടിയിട്ട് സപ്പോർട്ടാണ് പറയണേ. അതുപോലെ തന്നെ എന്റെ ഒരു കസിൻ ആലപ്പുഴയിൽ ചേർത്തലുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവൾ ഇങ്ങോട്ട് പറയാണ് രാഹുലിന്റെ കാര്യത്തെക്കുറിച്ച്. എന്നാല് എല്ലാവരും ഈ ചാനല് കാണുന്ന എല്ലാവരും കാര്യം എന്തുമായിക്കോട്ടെ, എന്ത് തെറ്റ് ചെയ്താലും ഈ തെറ്റ് ചെയ്യാത്ത ആൾക്കാര് ആരും ആ കസേരമേലൊന്നും കയറി ഇരിക്കണില്ലല്ലോ. മിക്കവരും തന്നെ തെറ്റ് ചെയ്ത ആൾക്കാരല്ലേ ഇരിക്കണത്. അവരുടെ കാര്യങ്ങളൊന്നും ആരും വിളിച്ചു പറയണില്ല. ഈ ഒരു ചെക്കന് മാത്രം പൂച്ചക്കെട്ടിന്റെ കാര്യം എന്താണ്? യേശുക്രിസ്തു പറഞ്ഞ പോലെ പാവം ചെയ്യാത്തൊരു കല്ലെറിയിട്ട. നിങ്ങൾ ചെയ്യുന്നതെല്ലാം വണ്ടർഫുൾ ജോബ് യു ആർ ഡൂയിങ്. ആ രാഹുലിന്റെ കേസ് കേട്ട് വണ്ടർഫുൾ. ഞാൻ അടൂക്കാരൻ തന്നെയാ. വണ്ടർഫുൾ ജോബ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ആ രാഹുലിനെ ഒന്ന് വിളിച്ചിട്ട് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. അയ്യന്മാർ കോൺഗ്രസ്സുകാർ വലിയ വാല് കാണിക്കുകയാണെങ്കിൽ ആ ശശി തരൂരുമായിട്ടൊന്ന് ഒത്തിട്ട് വേറൊരു ചെറുപ്പക്കാരുടെ ഒരു പാനൽ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ദിരാ കോൺഗ്രസ് എന്നോ ഏതെങ്കിലും ഒരു പേരിട്ടുകൊണ്ട് അങ്ങ് തുടങ്ങി കഴിഞ്ഞാലോ അയ്യന്മാരെല്ലാം വാലെ പിടിച്ചങ്ങ് വരും. കാരണം ഈ ചെറുപ്പക്കാരല്ല, ഇന്ന് സകല ജനവും ചെറുപ്പക്കാരുടെ കൂടെ നിൽക്കുന്നത്. ഈ മുതുകളവന്മാരെ എല്ലാവരും ദൂരെ കളയാൻ പറ. നല്ല കാര്യം. കൺഗ്രാജുലേഷൻസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാര്യം നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ ആവശ്യം. ഈ കള്ളന്മാരൊക്കെ ചെയ്യുന്ന കള്ളത്തരം എല്ലാം ഒന്ന് പുറത്തു വരണമെങ്കിൽ ഇതുപോലുള്ള ചെറുപ്പക്കാർ മുന്നോട്ട് വന്നാലേ പറ്റത്തുള്ളൂ. ശശി തരൂരിനെയും ഇവരെല്ലാം കൂടെ ഒരു ഗ്യാങ് ആവുമ്പോഴാ അന്നേരം ഈ കേക്കത്തിനെല്ലാം എന്റെ പണിയും തീരുമായിട്ട് പണി പോകും. സാർ, ഞാൻ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. സാറേ, രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ സപ്പോർട്ടും കൊടുക്കണം സാറേ. രാഹുൽ മാങ്കൂട്ടത്തിനെ നശിപ്പിക്കാൻ നിൽക്കുന്ന എല്ലാവർക്കും ഒരു പ്രതികാരമായിട്ട് വീണ്ടും മത്സരിപ്പിച്ച് ജയിപ്പിക്കണം.
ഇപ്പൊ ഇവന്മാർ ഇത്രയും അപവാദ പ്രചരണങ്ങൾ നടത്തിയിട്ടും രാഹുലിന്റെ ഇമേജിന് എന്തെങ്കിലും കോട്ടം തട്ടിയിട്ടുണ്ടോ? ഒരു കോട്ടം വന്നിട്ടില്ല സാറേ, ഒരു കോട്ടം വന്നിട്ടില്ല. അവന് ഒരു കോട്ടം വരത്തില്ല. സത്യസന്ധമായി പെരുമാറുന്ന ഒരു പയ്യനാണ് ആ രാഹുൽ മാങ്കൂട്ടം. ഞങ്ങളെല്ലാവരും ഇവിടെ കണ്ട് കരയുന്ന ഒരു കാലഘട്ടമാണ് ഞങ്ങൾക്ക് വന്നത് രാഹുലിനെ പറ്റി. ഞങ്ങൾക്കും മക്കളുള്ളതാണ്, എനിക്കും മക്കളുള്ളതാണ്. അപ്പൊ നാളെ എന്റെ മക്കൾക്ക് ഇത് വരാൻ ചാൻസ് ഉണ്ട്. ആന്റണി ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ള ഇത്രയും ക്രൂരമായ ആ ചെറുക്കൻ്റെ അടുത്ത് ഇത്രയും വ്യക്തിവൈരാഗ്യം കാണിക്കുന്നെങ്കിൽ ആ സ്ത്രീ എന്തായിരുന്നു ഒരു സ്ത്രീ ആയിരിക്കും. അവനെ ഒരു കാരണവശാലും ആരും പറന്തള്ളികളെ. പക്ഷെ ഈ കോൺഗ്രസ് നശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസ് നിൽക്കുന്ന ആ പ്രതിപക്ഷ നേതാവും മറ്റുള്ള എല്ലാവരും കളി ഇതാരെ രാഹുലിനെ വേട്ടയാടിയത് ആരാണെന്നാണ് അമ്മമാര് കേരളത്തിലെ മനസ്സിലാക്കിയേക്കുന്നത്? കോൺഗ്രസിലെ ആരാണ്? കോൺഗ്രസിലുള്ളവരും ഉണ്ട്, ഇടതുപക്ഷത്തിലെ ആൾക്കാരും ഉണ്ട് സാർ. കോൺഗ്രസിലെ പ്രധാനി ആരാണ്? രാഹുലിനെ പ്രധാനി ജനങ്ങൾ പറയുന്ന കേട്ടിട്ടുള്ള രമേശ് ചെന്നിത്തലയും പിന്നെ വി.ഡി. സതീശനും തന്നെയാണ്. മുരളി സാറിന്റെ വാക്ക് ഒരുമാതിരത്തെ വല്ലാത്തൊരു വാക്ക്, കേട്ടാൽ നമുക്ക് ഭയങ്കരമായ വിഷമം തോന്നുന്ന ഒരു വാക്ക് അന്ന് സംസാരിച്ച്. ഇവരിത്രയും പേരുണ്ടല്ലോ, ഇടതുപക്ഷത്തിൽ എത്രയോ പീഡനക്കാരുണ്ട്, അവരാരെയും പേരിലൊരു പ്രശ്നമില്ല. കോൺഗ്രസിലെ ആളില്ലേ സാറ്? കോൺഗ്രസിലെ ആളുണ്ടായിട്ട് അവരെ ആരും മാറ്റി നിർത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഉടനെ വി.ഡി. സതീശൻ പെട്ടെന്നൊരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞത് ശരിയായ പോക്കാണ്. അല്ലല്ലോ. അതിന്റെ തിരിച്ചടി കോൺഗ്രസിന് കിട്ടുമോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? കിട്ടും. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്. ഞാൻ പാർട്ടിയിൽ പ്രവർത്തിച്ചില്ലെങ്കിലും ഞാനൊരു പക്കാ കോൺഗ്രസ്സുകാരിയാണ്. എന്റെ ഒരു വോട്ട് ഇന്ന് വരെയും മറ്റൊരാൾക്ക് കൊടുത്തിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്റെ വോട്ട് ഇന്നും ഞാൻ കൈപ്പറ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ കണക്കിന് പോയി അവർക്ക് തിരിച്ചടി കിട്ടുമെന്ന് വെച്ചാൽ യാതൊരു സംശയവും ഇല്ല. അത്രമേൽ സങ്കടമുണ്ട്. ആ പയ്യനെ പറ്റി ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കരയുന്നുണ്ട്. ഞാൻ പല സ്ഥലത്തും മാർച്ച് ചെയ്തിട്ടുണ്ട് സാറേ. അവൻ ഇന്നലെ ജാമ്യം കിട്ടണേന്ന് പറഞ്ഞ് അത്ര സങ്കടത്തോടെ പറയണം സാറേ, അത്ര സങ്കടത്തോടെ പറയണം നമ്മൾ. എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ അത്രയും ഇഷ്ടമാണ്. അത് മാത്രം ഇഷ്ടമല്ല, ഒരു നല്ലൊരു പ്രവർത്തകനാണ്. ഒരു പാർട്ടിയെ കരിവാരി തേക്കാത്ത ഒരു പയ്യനാണ്. അവൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച അവൻ എവിടെയും വെല്ലുവിളിച്ച് കയറുന്നത് ഇവരെയൊക്കെ കണ്ണിൽ എന്താണ് സാറേ കണ്ടൂടെ അവർക്ക്? എവനെ പോലെ ഒരു വാക്ക് പറയാനെന്ന് ആ പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ? ഷാഫി പറമ്പിനെ പോലെ, മാങ്കൂട്ടത്തിനെ പോലെയും ബാക്കിയുള്ള ചെറിയ ചെറിയ പയ്യന്മാരെ ഉള്ളതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തികൾ അതിനകത്തുണ്ട്. ഒരു വാക്ക് ഒരു പിന്നെ നിയമസഭയിൽ തന്റെ അടുത്തോടെ സംസാരിക്കാൻ പോലും വി.ഡി. സതീശനെ കൊണ്ട് പറ്റത്തില്ല തന്നെ. മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് നടക്കുക എന്ത് തോന്നുന്നു? അതിപ്പോ എനിക്ക് തോന്നുന്ന കണ്ടിടത്തോളം വനവാസത്തിന് പോകുമെന്ന് തോന്നുന്നു. ഈ പ്രവൃത്തി അത്രയും നിഷ്ഠമായിട്ടും തിട്ടൂരമായിട്ടും അങ്ങേരത് കാണിക്കണം എന്ന് പറഞ്ഞ തെറ്റാണ്. നമ്മളെ പാർട്ടിയിൽ നമുക്ക് കൊള്ളരാമെന്നുള്ള ഒരു പയ്യന ഒരു പ്രവർത്തന ഉണ്ടെങ്കിൽ അവനെ രക്ഷപ്പെടുത്തി കയറ്റേണ്ട കടമ ഇവർക്കുണ്ട്. ഇവരെന്താ കേട്ട് തീരുന്നുമ്പ് ഓടി വന്ന് അവനെ മാറ്റുന്നു, ഓരോന്നിന്ന് രാജിവെപ്പിക്കുന്നു. അവനെ മൊത്തപ്പേരും തള്ളിയില്ലേ? എന്തോന്ന് പറയാ? എങ്കിൽ പിന്നെ അതിനകത്ത് കുറെ പേരില്ലേ പീഡനക്കാർ, അവരെയൊക്കെ ഇവരെ ഇറക്കി മാറ്റാത്തെന്ത്? ഉമ്മൻചാണ്ടി സാറിനെ കൊന്നതുപോലെ കൊല്ലാനുള്ള തീരുമാനമാണ് ഇവർ, അറിയാമോ? നാട്ടിനെ എല്ലാം കൊള്ളാന്നുള്ള ഒരു മുഖ്യമന്ത്രി, അതുപോലൊരു മുഖ്യമന്ത്രി ഈ നിയമസഭയിൽ ഉണ്ടാവാനും പോകുന്നില്ല, ഇനി ഉണ്ടായിട്ടുമില്ല. നമുക്കൊന്നും ഒരു ആനുകൂല്യങ്ങളും തന്നിട്ടില്ലെങ്കിൽ തന്നെയും ശരിയല്ല. ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അയാളെ എത്രയോ പ്രായം ചെന്നൊരു മനുഷ്യനെയാണ് ഒരു പെണ്ണും പിള്ളയെ കൊണ്ടുവച്ച് അയാളെ പീഡനക്ക്. അയാളെ CD എടുക്കാൻ വേണ്ടി കോയമ്പത്തൂർ വണ്ടിയിൽ ചാനലുകാരുമായിട്ട് ഓടുന്നുണ്ടല്ലോ, എടുത്താ? അയാളെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ അയാൾ ലോകത്തേക്ക് നല്ലവൻ തന്നല്ലോ. എന്തിനാണ് അതൊക്കെ ചെയ്യാൻ പോണം? അതുപോലെ ഈ പയ്യൻ എന്തിനാണ്? അവന് 10-35 വയസ്സായ ചെറുക്കനല്ലേ, എന്തിനവരിങ്ങനെ അവനെ ദ്രോഹിക്കുന്നത്? ഇങ്ങനെ ദ്രോഹിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സാറ് എല്ലാവരും കൈയെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മത്സരിപ്പിക്കുക തന്നെ ചെയ്യണം. സ്വതന്ത്രനായിട്ടാണ് മത്സരിപ്പിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവരെ വോട്ട് ഫുള്ളും BJPക്ക് പോകും. നിങ്ങൾ കണ്ടോളി, BJP അവിടെ MLA ആവുകയും ചെയ്യും, കോൺഗ്രസ് കൊലം കുത്തുകയും ചെയ്യും. നോക്കിക്കോളി. എന്റെ പേര് ജോയി എന്നാണ്. എവിടുന്ന വിളിക്കുന്നത്? പള്ളിപ്പുറം. ഞാൻ പറയുന്നത് ഇയാളെ സതീശനെയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുലിന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിർത്തണം. അതായത് ഇവിടെയും പിന്നെ പാലക്കാട് നിർത്തിയത്. ഈ രാഹുലിന് ശരിക്കും പറഞ്ഞാല് ഒരു നിരപരാധിയായിട്ട് എനിക്ക് കാണാൻ പറ്റിയേക്കുന്നത്. പെണ്ണുങ്ങൾ ശരിക്കും അവനെ കുടുക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് ഈ സതീശനെ മറ്റുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല, സതീശൻ എങ്ങനെയായാലും തോൽപ്പിക്കും. ഞാനത് ഇപ്പോൾ പറഞ്ഞല്ല, നേരത്തെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ ഈ രാഹുലിന് വേണ്ടി ഇവൻ എതിര് പ്രവർത്തിച്ച അന്നേ തുടങ്ങി ഞാൻ ഇവന് വേണ്ടി ഞാൻ എതിരാണ് ഞാൻ പറഞ്ഞേക്കണത്. സതീശനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം, ഈ ഇവന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണം ഞാൻ ഇപ്പോഴാണ് പറയണത്. പക്ഷെ അതല്ല,
വേറെ ഇവിടുന്ന് അവിടെ പോയി പ്രവർത്തിച്ച് ഇയാളെ തോപ്പിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അത്രയും ശരിക്കും പറഞ്ഞാൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ ഞാൻ അത്രയും വെറുത്തു പോയി. കാരണം ഈ പാവത്തിനായിട്ട് ഇവനൊക്കെ കീറ്റി ക്രൂശിക്കണത് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വോട്ടുള്ള കാലം തുടങ്ങി ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ ഈ ആദ്യ തോന്നിയാസം കാണിക്ക് കൂട്ടിക്കാൻ നമുക്ക് പറ്റില്ല. പുന്നൂർക്കുളമാണ്, വനജ എന്ന പേര്. ഒരു വിഷമായിട്ട് ആകെ രാഹുലിന്റെ കാര്യത്തിൽ ആലോചിച്ചിട്ടും എനിക്കും അതുപോലെയുള്ള മക്കളുണ്ട്. പേര് രാഹുൽ തന്നെയാണ്. അപ്പൊ നമുക്കും പേഴ്സണൽ കണക്ഷൻ തോന്നും. അതൊരു ഇപ്പൊ കേൾക്കണു MLA സ്ഥാനം തെറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ലിവന്മാരൊക്കെ ഇതിനോടകം തന്നെ ശ്രമിച്ചേനെ, പക്ഷെ അത് നിയമപരമായിട്ട് നടക്കത്തില്ലാത്തത് കൊണ്ട് മാത്രം അവന്മാരിപ്പോ അടങ്ങി അത് മിണ്ടാത്തത്. അല്ല, ഇതിനോടകം തന്നെ അത് ചെയ്തേനെ. സാറിന്റെ കാര്യം വിവരം അറിയാത്ത കാരണം കുറെ ദിവസമായി ഞാൻ ഇങ്ങനെ എന്താവോ ഒരു ന്യൂസും ഇല്ലല്ലോ എന്തെങ്കിലും പെടുത്തിയിട്ടുണ്ടോ. അതെ, എനിക്കെതിരെ 3 കേസുകൾ, 1 2 അല്ല 3 കേസുകൾ എനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ഇട്ട് ഈ ബലാത്സംഗം ഒഴികെ ബാക്കി ഇട്ട എല്ലാ വകുപ്പുകളും ഉണ്ട് എനിക്കെതിരെ. അതെ അല്ല അതെ അന്നേരം അത് കഴിഞ്ഞ ദിവസമാണ് കോടതി ഒരു നോട്ട് ടു അറസ്റ്റ് പ്രഖ്യാപിച്ചു. പിന്നെ എന്റെ 3ാമത്തെ കേസിന്റെ നാളെ വിധി വരത്തുള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞില്ല, അമ്മർക്ക് ഏത് നിമിഷം എന്തും ഇത് കോടതി വിധി ഉണ്ടായിട്ട് പോലും ഇവന്മാര് വല്ലാത്തൊരു ഇത് നമ്മളെ ശരിക്കും നമ്മളെയാണ് വേദനിപ്പിക്കണേ. ഈ ഗവൺമെന്റ് ഈ സതീശനാണ് ഏറ്റവും വലിയ പ്രശ്നം. പിണറായി പിന്നെയും കുഴപ്പമില്ല തോന്നുന്നു. പിണറായിക്കായാലും കള്ളനും വൃത്തികെട്ടവനുമായിരിക്കും ഇവനെങ്ങാനുമാണ് വരുന്നതെങ്കിൽ പിന്നെ കേരളത്തിൽ ജനങ്ങൾ ജീവിക്കേണ്ട. അയ്യോ, ഇനി അങ്ങനെയാണെങ്കിൽ രാഹുലിന് എന്തെങ്കിലും ചാൻസ് പോയി കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഇതാക്കും. ഞാൻ അറിയണവർക്കും BJP എന്തെങ്കിലും ആവട്ടെ, എവിടെങ്കിലും ആരെങ്കിലും ഒരാൾക്കും മെജോറിറ്റി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചു കൊടുക്കന്നെ. എന്തിനാ ഇങ്ങനെ ഒരു ഗവൺമെന്റ്? വയ്യ, ഇത് സഹിക്കാൻ പറ്റണില്ല. നമ്മുടെ കാര്യങ്ങളും നമ്മുടെ പണിയും നടക്കണില്ല. ഇതാലോചിച്ചിട്ട് ഇപ്പൊ എത്ര ദിവസം 18 ദിവസം രാഹുലിന് വേണ്ടി നോക്കിയിരിക്കുക. എന്താ ചെയ്യണാവോ. ഞാൻ അമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വിഷമമായിട്ട് പോയി. അതിനപ്പോ ഞങ്ങൾക്കൊരു ഇതാണ്, ഞാൻ അങ്ങനെ വിളിക്കാത്ത ഒരാളാണ്, ഒരു വിവരവും ഇല്ലല്ലോ ഇത്. അപ്പൊ ഇന്നലെ പെട്ടെന്ന് പിന്നെ ഫേസ് കാണണില്ല, അപ്പോഴും പിന്നെയും സംശയം തോന്നി. അപ്പൊ ഇന്നലെ തൊട്ട് ഫേസ് വരുന്നുണ്ട്. അപ്പൊ പിന്നെ സമാധാനായി, അതുകൊണ്ടാണ് വിളിച്ചത്. രഘുനാഥ് അമ്പലപ്പുഴ. സാറേ, പാലക്കാട് മാങ്കൂട്ടത്തിന് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ BD സതീശനെതിരായിട്ട് അവിടെ സ്വതന്ത്രനായിട്ട് നിന്ന് അയാളെ തോൽപ്പിക്കണം. അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. കാരണം അയാളെ തോൽപ്പിക്കണം എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അയാൾക്ക് എതിരായിട്ടല്ലേ സംസാരിക്കുന്നത് മാങ്കൂട്ടത്തിന്. അതുകൊണ്ടാണ് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി സാറിനോടൊന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. എന്റെ പേര് ബഷീർ എന്നാണ്. ഇപ്പൊ അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഇതിനെ പറയാനായിരുന്നു. എല്ലാവരും കൂടി അതിനിട്ട് വളഞ്ഞിട്ട് അങ്ങനെ ഒരാളിനെ ആക്രമിക്കുന്നത് വളരെ മോശമല്ലേ? അവന് ഈ പാർട്ടിക്ക് വേണ്ടി എത്രമാത്രം തല്ലുകൊണ്ട് നടന്ന ഒരാളായിരുന്നു. എന്നിട്ട് പുള്ളിനെ ഒന്നും അല്ലാണ്ടാക്കിയിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തതാണെങ്കിൽ ശരി, ശിക്ഷിക്കണം. അതാണ് അതിന്റെ ശരി. അതല്ലാതെ ഇവര് തന്നെ എല്ലാം ചെയ്യുന്നത് വളരെ മോശമല്ലേ? ഈ രാഹുലിനെതിരെ എടുത്ത ഇവന്മാരുടെ ഈ നടപടി കൊണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ ദോഷമുണ്ടാകുമോ? പാർട്ടിക്ക് വളരെ ദോഷമുണ്ടാവുള്ളൂ, ഉറപ്പാണ്. സതീശന്റെ നിലപാട് ഭയങ്കരമായിരുന്നു എന്ന് ജനങ്ങൾ കരുതുവോ? തെറ്റില്ലെങ്കിൽ ആരും അതിന് കൂട്ടു നിൽക്കില്ല. തെറ്റുണ്ടെങ്കിൽ മാത്രമാണ് അതിനൊരു എതിർപ്പായിട്ട് പറയുള്ളൂ. അവന്റെ പേരിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എല്ലാവരും. തെറ്റുണ്ടെങ്കിൽ ശിക്ഷിക്കണമല്ലോ, ഓൾറെഡി തെറ്റില്ലല്ലോ. ഇവരെല്ലാം കൂടി നനഞ്ഞുകൂടി നേരിട്ട് ഡയറക്റ്റ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും. മുഖ്യമന്ത്രി ആരാ? മുഖ്യമന്ത്രി ഡയറക്റ്റ് പരാതി മേടിക്കാൻ അവരാണ് പോലീസ് സ്റ്റേഷൻ. അപ്പൊ അതൊക്കെ വളരെ മോശമാണ്. കാരണം ഇത് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു സംഭവമുണ്ടോ? അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും മോശമാണ്. ഡയറക്റ്റായിട്ട് അവിടെ പരാതി കൊടുക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 220 പ്രകാരം ഇവർക്കെതിരായിട്ട് കേസ് കൊടുക്കണം. അതാണ് അവർ ചെയ്യേണ്ടത്. അപ്പോഴേ അവരത് പഠിക്കുള്ളൂ. നിയമവിരുദ്ധമായിട്ട് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തതിനെതിരായിട്ട് രാഹുൽ മാങ്കൂട്ടം പരാതി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം 220 പ്രകാരം ഇവർക്കെതിരായിട്ട് ഇല്ലാത്ത കുറ്റത്തിന് ചമ്മന്തി പറഞ്ഞ് ഇവർക്കെതിരായിട്ട് കേസ് കൊടുക്കണം. അപ്പൊ അതിന്റെ അധികാരികൾക്കും പോലീസുകാർക്കും തക്കതായ ഇത് കിട്ടും. കാരണം ഉള്ള കേസ് അല്ലല്ലോ, തെളിഞ്ഞിട്ടില്ലല്ലോ. എല്ലാം നിയമവിരുദ്ധമായിട്ടൊക്കെ കൊടുക്കുക, ആള് ചെയ്ത് എല്ലാവരെയും കൊടുക്കുക. ഇങ്ങനെയാണ് ഇപ്പൊ എല്ലാം ഇവരെയൊക്കെ ഇതാന്നുള്ള ടൈപ്പാണല്ലോ. അങ്ങനെ ചെയ്യുന്നത് വളരെ മോശമല്ലേ? ഒരു ചെറുപ്പക്കാരൻ അത് പറഞ്ഞ
ആള് പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാണ്. അവരുടെ മാതിരിയൊന്നും ആരും നിന്നിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും അവരോട് ഇഷ്ടം. ഞാൻ നിർമ്മല വർക്കലേന്ന് മോൻ ഇനി എന്തൊരു കേസ് സാറേ? കേസ് തീർന്നില്ലേ? നമ്മൾ സന്തോഷിച്ചിരുന്നതാണ്. ഇനി സാറിനെ പറ്റിയും കേസ് കൊടുത്തോ? ഇനി എന്തൊരു കേസ് കൊടുക്കാം? ഇനി പെണ്ണുങ്ങളെയൊക്കെ പിടിച്ച അകത്ത് കാണും ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട്. ഇനി എന്തൊരു കേസ് പറ്റി ഇനി എന്തൊരു കേസൊക്കെ കൊടുക്കുന്നു? ഞാൻ എനിക്കൊന്നും അറിയാൻ പറ്റും. ഞാൻ അങ്ങ് സന്തോഷിച്ചിരുന്നു. ഇനി പാലക്കാട് പോയി ഇലക്ഷൻ നിൽക്കും, ജയിക്കും, രാഹുലിനെ മുഖ്യമന്ത്രി ആക്കണം എന്നൊക്കെ സന്തോഷിച്ചിരുന്നതാണ്. പിന്നെയും ഗ്യാസുകൾ കൊടുക്കുന്നു. ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. പിന്നെ ആ അമ്മയ്ക്കൊക്കെ വേദന ഉണ്ടാക്കി വെക്കേ ഉള്ളൂ. ഗ്യാസെല്ലാം തീർന്ന്, ഗ്യാസെല്ലാം തീർന്ന് ഈ ഇലക്ഷൻ ഇത് MLA സ്ഥാനം ഒഴിയണമെന്ന് പറയുന്നത് എന്തിന്? അത് ഒഴിയോ? അങ്ങനെയൊക്കെ ഇവന്മാര് പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ? അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങളില്ലേ? ആരെങ്കിലും ആരോപണം ഉന്നയിക്കുമ്പോൾ MLA സ്ഥാനം കളയാനാണെങ്കിൽ ഇവന്മാർ ഒറ്റയൊരുത്തനും നിയമസഭയിൽ കാണാൻ പാടില്ലല്ലോ. എത്ര ആഭാസന്മാരാ നിയമസഭയിൽ ഇരിക്കുന്നത്? അവന്മാരും ഒഴിഞ്ഞില്ലല്ലോ ഇതുവരെ. ഇല്ലല്ലോ, ആരും ഒഴിഞ്ഞില്ലല്ലോ. ഇതിനെക്കാട്ടി ഇത് മോനെ അവരല്ലേ പീഡിപ്പിച്ചത്. രാഹുൽ വെട്ടയിൽ ഇനിയും പ്രതികരണങ്ങൾ അറിയിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് ഞങ്ങളെ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, പ്രതികരിക്കാനൊരിടം. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.